ഞാനിപ്പോൾ സിസ്റ്ററുടെ മരുന്ന് 1.5 മാസമായി കഴിക്കുന്നുണ്ട്. ഇനി ഒരു 1.5 മാസം കൂടെ ഞാൻ സേവിക്കുന്നു. ഞാൻ കൃത്യമായിട്ട് ഇത് പരിപാലിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം, ഈ രാവിലെ 5 മണിക്ക് എഴുന്നേക്കണം. കണ്ണിന് 96 എണ്ണം രോഗങ്ങളുണ്ട്. 96 എണ്ണം? അതെ. ഓ. അതില് ഏറ്റവും കൂടുതലായിട്ട് വന്നിരിക്കുന്ന ഞരമ്പുകൾക്ക് ശക്തി കുറഞ്ഞു പോകുന്ന കേസാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓ. പാരമ്പര്യത്തിന്റെ ഉണ്ട്. പിന്നെ എന്റെ കഴിവല്ലത്, ദൈവം എനിക്ക് തന്നൊരു ദാനമാണ്. അതെനിക്ക് പറയാൻ പറ്റില്ല. ദൈവത്തിന്റെ ഒരു ദാനമാണ്. അതെ, ദൈവം തന്ന ടാലന്റാണ്. അത് സിസ്റ്റർക്കാണോ കിട്ടിയത്, അതോ സിസ്റ്ററുടെ മുൻ തലമുറക്കാർക്ക് കിട്ടിയതാണ്? പാരമ്പര്യമായിട്ട് തന്നെ എൻ്റെ അമ്മച്ചിക്ക് ഉണ്ടായിരുന്നു. എൻ്റെ അമ്മച്ചിയിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. മാതാ നേത്രകാന്തി സിദ്ധ വൈദ്യാശ്രമം, കല്ലൂർക്കാട് PO, എറണാകുളം ജില്ല. അതിൻ്റെ അധിപയാണ് സിസ്റ്റർ തെയ്യാമ്മ വൈദ്യ. സിസ്റ്ററെ നമുക്ക് വേണമെങ്കിൽ മാതാ എന്ന് വിളിക്കാം. ആ മാതാ നടത്തുന്ന ഒരു സ്ഥാപനമാണ് ഈ സിദ്ധ നേത്രകാന്തി സിദ്ധ വൈദ്യാശ്രമം. ഈ വൈദ്യാശ്രമവും ഈ സിസ്റ്ററും കേരള സമൂഹത്തിന് സുപരിചിതയാണ്. കണ്ണ് ചികിത്സയിൽ കാഴ്ച നഷ്ടപ്പെട്ടവർക്കും കാഴ്ച ഇല്ലാത്തവർക്കും വളരെ അധികം ഫലവത്തായിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഈ ആശ്രമം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആയിരക്കണക്കിനല്ല, 10,000-കണക്കിന് അത്തരം രോഗികളെ ചികിത്സിച്ച് ഭേദമാക്കിയിട്ടുള്ള ഒരു ദിവ്യ സിസ്റ്റർ കൂടിയാണ് ഈ ഇരിക്കുന്ന നമ്മുടെ സിസ്റ്റർ തെയ്യാമ്മ വൈദ്യ. സിസ്റ്റർ തെയ്യാമ്മ വൈദ്യയ്ക്ക് ഒരു ആമുഖത്തിന്റെ ആവശ്യമില്ല. കാഴ്ച തിരിച്ചു കിട്ടിയ ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളുടെ ദൈവതുല്യാണ് ഈ അമ്മ, അല്ലെങ്കിൽ ഈ സിസ്റ്റർ, അല്ലെങ്കിൽ ഈ മദർ. ഞാനും ആ അമ്മയുടെ ചികിത്സയിലാണ്. എനിക്ക് വലത്തെ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടിട്ട് കുറേ നാളുകളായി. ചെയ്യാത്ത ചികിത്സകളൊന്നുമില്ല. അലോപ്പതിയിലും ആയുർവേദത്തിലും സിദ്ധ ഔഷധത്തിലും ഒന്നും വേണ്ട എല്ലാ ചികിത്സകളും നടത്തി അവസാനം എല്ലാവരും വിധി എഴുതിപ്പെട്ടു, ഇനി കാഴ്ച തിരിച്ചു കിട്ടില്ല. ആ ചാപ്റ്റർ അങ്ങനെ ക്ലോസ് ചെയ്തിട്ടിരിക്കുമ്പോഴാണ് ഈ സിദ്ധ ഔഷധ വൈദ്യാശ്രമത്തെക്കുറിച്ച് എനിക്കൊരു അറിവ് കിട്ടിയത്. ഞാൻ അവിടെ വളരെ പാടുപെട്ടാണ് ബുക്കിംഗ് ഒക്കെ എടുത്തത്. വിളിച്ചാലൊന്നും എടുക്കത്തില്ല കേട്ടോ, നിങ്ങളും ശ്രദ്ധിച്ചോണം. വിളിച്ചാൽ പാടാണ് എടുക്കുക. അതിനേക്കാൾ നല്ലത് അവിടെ പോയി അന്വേഷിച്ച് ചെല്ലുന്നതായിരിക്കും. അങ്ങനെ അവിടെ അന്വേഷിച്ച് ചെന്നപ്പോഴാണ് ഒരു ആയിരക്കണക്കിന് ആളുകളുടെ ക്യൂ നിൽക്കുകയാണ്. അമ്മയാണെങ്കിൽ ഒരാളേ ഉള്ളൂ. അമ്മ ഒരു ഡോക്ടറൊന്നുമല്ല കേട്ടോ, സിദ്ധി കിട്ടിയ ഒരു സഹോദരിയാണ്, ഒരു സിസ്റ്ററാണ്. ഈശ്വരിൽ നിന്ന് അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് ദൈവവിളി കേട്ട് പാരമ്പര്യമായിട്ട് കിട്ടിയ ഒരു സിദ്ധിയാണ് ഇതിൻ്റെ മരുന്നുൽപാദനത്തിന് പിന്നിലുള്ള സ്രോതസ് എന്ന് പറയുന്നത്. ഏതായാലും അമ്മ ധാരാളം ആളുകളെ ചികിത്സിച്ച് ഭേദപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ശാസ്ത്രീയ പശ്ചാത്തലം എന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ നമുക്ക് വേണ്ടത് നമുക്ക് നഷ്ടപ്പെട്ട കാഴ്ച തിരിച്ചു കിട്ടി എന്നുള്ളതാണ്. കാഴ്ച എന്ന് പറയുന്നത് നമുക്കറിയാം, കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ കാഴ്ച അറിയത്തില്ല. അങ്ങനെ കണ്ണില്ലാത്ത എത്രയോ ലക്ഷം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവർക്ക് പ്രായം കൊണ്ട് ചിലപ്പോൾ കണ്ണ് കാണില്ല വരും. പക്ഷേ അല്ലാതെയുള്ള ജന്മനാ തന്നെ അന്ധരായ ആളുകൾക്കുണ്ട്. അവരെ ഒരു പരിധി വരെ ചികിത്സിച്ച് ഭേദമാക്കാൻ ഈ സിസ്റ്റർക്ക് കഴിഞ്ഞുള്ളെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഏതായാലും ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ആ അമ്മ, ആ സിസ്റ്റർ തെയ്യാമ്മ വൈദ്യ ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട്. ഒരു കണക്കിൽ നമ്മൾ ഭാഗ്യവാനാണ്. ഞാൻ ഈ അമ്മയായിട്ട് ഇന്റർവ്യൂ ചെയ്യാൻ കിട്ടുന്നത് എനിക്കൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. നമുക്ക് അമ്മയുമായിട്ട് അല്പനേരം സംവദിക്കാം. അമ്മേ, നമസ്കാരം. അമ്മയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം, കൂടുതലൊരു പറച്ചിലിന്റെ ആവശ്യമില്ല. ഈ സിദ്ധ വൈദ്യാശ്രമം തുടങ്ങിയിട്ട് എത്ര നാളായി? 94 തുടങ്ങിയതാണ്. 94. ഇപ്പൊ 30 വർഷമായി. 30 വർഷമായിട്ട് അമ്മയൊന്ന് തിരിഞ്ഞാലോചിക്കുമ്പോൾ ഉദ്ദേശിച്ച് എത്ര രോഗികൾ അമ്മയുടെ ചികിത്സ കൊണ്ട് ഭേദപ്പെട്ടിട്ടുണ്ട്? അത് കൃത്യം പറയാൻ പറ്റിയില്ല. ഇല്ല, രോഗികൾ ഒരുപാട് വന്നു പോകുന്നല്ലേ. ഒരു 10,000 പേരൊക്കെ വരുമോ? 10,000 അല്ല, അതിൽ കൂടുതൽ വരും. ഞാൻ ഒരു ദിവസം വന്നപ്പോൾ കണ്ടത് 1,500 പേരെങ്കിലും അവിടെ കാണും. അത് ഒറ്റ ദിവസം. അങ്ങനെ എത്രയോ 1,500 വെച്ച് എത്രയോ നാളുകളായിട്ട് 30 വർഷമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു 1 ലക്ഷത്തോളം ആളുകളെങ്കിലും ചുരുങ്ങിയത് വന്ന് ഭേദപ്പെട്ടു പോയ ചരിത്രമേ ഉള്ളൂ. എന്താണ് ഇതിന്റെ ഒരു ശാസ്ത്രീയ വശം ഞാൻ ചോദിക്കുന്നില്ല, അത് സീക്രട്ടാണ്. എന്താണ് ഇതിന്റെ ഒരു രഹസ്യം? ഇത് ഉൾവിളിയാണ്, ഈശ്വരൻ നിന്ന് കിട്ടിയ ഒരു ഉൾവിളിയിൽ ചെയ്യുന്നതാണോ, അതോ അല്ലാതെ തന്റെ അറിവ് കൊണ്ടും പാരമ്പര്യമായി കിട്ടിയ അറിവ് കൊണ്ട് ചെയ്യുന്ന? പാരമ്പര്യത്തിന്റെ ഉണ്ട്. പിന്നെ എന്റെ കഴിവല്ലത്, ദൈവം എനിക്ക് തന്നൊരു ദാനമാണ്. അതെനിക്ക് പറയാൻ പറ്റില്ല. ദൈവത്തിന്റെ ഒരു ദാനമാണ്.
അതിങ്ങനെ ദൈവം തന്ന ടാലന്റാണ്. അത് സിസ്റ്റർക്കാണോ കിട്ടിയത് അതോ സിസ്റ്ററുടെ മുൻ തലമുറക്കാർക്ക് കിട്ടിയതാണോ? പാരമ്പര്യമായിട്ട് തന്നെ എൻ്റെ അമ്മച്ചിക്ക് ഉണ്ടായിരുന്നു. എൻ്റെ അമ്മച്ചിയിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. ഓ, ആ അമ്മച്ചിക്ക് അമ്മച്ചി ഇതുപോലെ രോഗികളെ ശുശ്രൂഷിച്ചിരുന്നു. അമ്മച്ചിക്ക് മുൻ അങ്ങനെ അങ്ങനെ പാരമ്പര്യം. വല്യമ്മമാരെ, പിന്നെ അമ്മച്ചിയുടെ ഒരാങ്ങളെ ഉണ്ടായിരുന്നു. ഞാനിത് ചോദിക്കാൻ കാര്യം, പലരും എന്നോട് ചോദിച്ചു ഈ സിസ്റ്റർ ഒരു ഡോക്ടറാണോ? പാരമ്പര്യ ഡോക്ടർമാര് ചികിത്സിച്ച ചിലർക്ക് ഇങ്ങോട്ട് പിടിക്കത്തുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ അനുഭവത്തിൽ പാരമ്പര്യ വൈദ്യമാണ്. പാരമ്പര്യമായിട്ട് അതിനുള്ള സർട്ടിഫിക്കറ്റുകളും മറ്റുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് താനും. ഉണ്ട്. അപ്പോ ഇതിന് കുറച്ച് ഇടയ്ക്ക് വെച്ച് കുറച്ച് എതിർപ്പൊക്കെ വരികയും കുറച്ച് കേസൊക്കെ വരികയും ചെയ്തു. അതിനെല്ലാം അതിജീവിച്ചു. കർത്താവ് കൂടെ ഉള്ളവൻ പിന്നെ വേറെ എന്തോന്ന് കുഴപ്പം. ഏതായാലും ഇതിന്റെ അസുഖത്തിന്റെ ഏതെല്ലാം തരത്തിലുള്ള രോഗങ്ങളാണ്, കണ്ണിനെ സംബന്ധിച്ച രോഗങ്ങളാണ് സിസ്റ്റർ ഭേദപ്പെടുത്തുന്നത്? കണ്ണിനെ സംബന്ധിച്ച് കണ്ണിന് 96 എണ്ണം രോഗങ്ങളുണ്ട്. 96 എണ്ണം? അതെ. ഓ. അതില് ഏറ്റവും കൂടുതലായിട്ട് വന്നിരിക്കുന്ന ഞരമ്പുകൾക്ക് ശക്തി കുറഞ്ഞു പോകുന്ന കേസാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓ. അപ്പൊ ഞരമ്പുകൾക്ക് ഞരമ്പ് പൊട്ടാറുണ്ട്. അതെ, ബ്ലീഡിങ് വരാറുണ്ട്. ശക്തി കുറഞ്ഞു പോയിട്ടാണ് പൊട്ടുന്നത് തന്നെ. ബ്ലഡ് അത്രയും ചൂടാണ്. പിന്നെ അലർജി സംബന്ധമായ കേസുകൾ, പിന്നെ ചതവ് കേസുകള്, പിന്നെ കിഡ്നി സ്റ്റോൺ, ഇങ്ങനെയുള്ള എല്ലാത്തിനും മരുന്ന് കൊടുക്കുന്നുണ്ട്. ജന്മന അന്ധയായ ഒരാൾക്ക് അല്ലെ അന്ധനായ ഒരാൾക്ക് ഇത് ഫലം. അതെ, ഇപ്പൊ ഈ അടുത്ത നാളിൽ തന്നെ ഈ തിരുവനന്തപുരം സൈഡിൽ നിന്നും തോന്നും ഒരു കൊച്ചിനെ കൊണ്ടിരുന്നുണ്ട്. കഴിച്ചില്ലാഞ്ഞു. ഇപ്പൊ കാഴ്ച കാണാം. ഇപ്പൊ കൈയൊക്കെ വീശി കഴിഞ്ഞാൽ എല്ലാം പിടിക്കും, ചാടി പിടിക്കും. ഓ, ഇത്രയായിട്ടുണ്ട്. പിന്നെ അടുത്ത പ്രാവശ്യം ഞങ്ങളുടെ ഇതിന് ഫോട്ടോ സഹിതം കാണിച്ചു തരാം. അല്ല, അതിനിപ്പോ അവിടെ പബ്ലിസിറ്റി അല്ലല്ലോ, ഇതിനകത്ത് അനുഭവമാണല്ലോ. അനുഭവമാണല്ലോ ഏറ്റവും വലിയ പബ്ലിസിറ്റി. അനുഭവ തലത്തിലേക്ക് ഇപ്പൊ കാഴ്ച, എന്നെ സംബന്ധിച്ച് എനിക്ക് കാഴ്ച എൻ്റെ ഈ വലുത് കണ്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച തിരിച്ചു കിട്ടിയാൽ ഞാൻ തന്നെ ഒരു പബ്ലിസിറ്റിയുടെ ആളായിട്ടങ്ങ് മാറും. പബ്ലിസിറ്റി അല്ല, അത് സത്യം മറ്റുള്ളവരിലേക്ക് പകരുകയും അതൊരു ദൈവദാനമാണത്. ദൈവത്തിൽ നിന്ന് കിട്ടിയ ഒരു സിദ്ധി മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളത്. അത് മാത്രമല്ല, സിസ്റ്റർ അധികം പൈസയൊന്നും ഈടാക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയൊരു ഞാൻ കണ്ടത്. സിസ്റ്റർക്ക് വളരെ ചുരുങ്ങിയ പൈസ മാത്രമേ ഇതിനു വേണ്ടി, അത് ഈ പച്ചമരുന്ന് കണ്ടുപിടിച്ച് കാട്ടിൽ നിന്ന് കൊണ്ടുവരാനും അത് ഇടിച്ച് ചാറാക്കിയെടുക്കാനുള്ള അതിൻ്റെ ഒരു അംശത്തിൻ്റെ ഒരു അല്പവും കൂടെ മാത്രമേ ലാഭവിഹിതമായിട്ട് എടുക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞു കൂട്ടിയൊന്നും വേണ്ട, കുറച്ചേ ഉള്ളൂ. ഏതായാലും പിന്നെ ഇപ്പം നമുക്ക് പോകുമ്പോൾ എടുത്തു പറയുന്നത്, ഈ കണ്ണിന് വല്ല ചതവുകൾ കൊള്ളാൻ പറ്റിയാലോ, കണ്ണിന് അടിച്ചു അങ്ങനെയൊക്കെ പറ്റിയ അസുഖങ്ങളുമായിട്ട് വന്നാലും ഭേദപ്പെടാം. ജന്മനാ ഉള്ളതിനും വേണമെങ്കിൽ നമുക്ക് ഒരു പരിധിവരെയും കാഴ്ച കിട്ടുന്നുണ്ട്. ഈ കണ്ണ് ദൃഷ്ടി അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഇങ്ങനെയാണ്. കണ്ണില്ല, അത് നമുക്ക് വേറെ ചെയ്യാൻ പറ്റത്തില്ലോ. ദൃഷ്ടിയിലാണോ ചികിത്സ നടത്തുന്നത്? ദൃഷ്ടിയുള്ളവർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ചില കേസുകള് ഇങ്ങനെ തുറന്നു നോക്കി കഴിഞ്ഞാൽ ഒന്നുമില്ല, എന്നാലും അത് കുറെ കഴിയുമ്പം കറുത്തി ഉണ്ണി ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട്, അത് വളരുന്നുണ്ട് കണ്ണ്. അങ്ങനെ വരുന്ന കേസുകളുണ്ട്. അത് താമസം പിടിക്കും ഒത്തിരി. റെറ്റിനോപ്പതി പോലുള്ള അസുഖങ്ങളുണ്ട്. റെറ്റിനോപ്പതി, അതിനൊക്കെ ചികിത്സ കാണും. മിക്കവാറും ഒരു തരപ്പെട്ടുള്ള കണ്ണ് സംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും ചികിത്സ കാണുമെന്നാണ് സിസ്റ്റർ അവകാശപ്പെടുന്നതും അങ്ങനെയാണ് എല്ലാവരും സാക്ഷ്യപ്പെടുത്തുന്നത്. ഞാനും അങ്ങനെ ഒന്ന് സാക്ഷ്യപ്പെടുത്താനുള്ള ഭാഗ്യം എനിക്ക് കിട്ടട്ടെ. ഞാനിപ്പോൾ സിസ്റ്ററുടെ മരുന്ന് 1.5 മാസമായി കഴിക്കുന്നുണ്ട്. ഇനി ഒരു 1.5 മാസം കൂടെ ഞാൻ സേവിക്കുന്നു. ഞാൻ കൃത്യമായിട്ട് ഇത് പരിപാലിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം, ഈ രാവിലെ 5 മണിക്ക് എഴുന്നേക്കണം. ഇത് പ്രേക്ഷകരോട് ഞാൻ പറയാനുള്ള, ഇതിൻ്റെ മരുന്ന് ഉപയോഗിക്കുമ്പോൾ പ്രധാന കാര്യം, രാവിലെ 5 മണിക്ക് എഴുന്നേക്കണം. എഴുന്നേറ്റാൽ ഉടനെ തലയിൽ എണ്ണ പൊത്തണം. എണ്ണ തരും. ആ എണ്ണ ശരിക്ക് പൊത്തി തേച്ച് പിടിപ്പിച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് അത് ഈ ധാരയായി വെള്ളം ഒഴിക്കുന്ന ഏതെങ്കിലും ഭാഗത്ത് നിന്ന് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കണം, കുളിക്കാൻ നിന്ന്. അല്ലെങ്കിൽ തുളിമുറിയിൽ പോകാം, അല്ലെങ്കിൽ കുളത്തിലോ സ്വിമ്മിംഗ് പൂളിലോ പോയി കുളിക്കാം. തല തണുക്കണം. ഈ തണുപ്പിക്കുമ്പോഴേ ഇതിൻ്റെ ഫലമുള്ളൂ. അതിനുശേഷം സിസ്റ്റർ 2 സൈസ് തുള്ളിമരുന്നുകൾ തരും. ഒരെണ്ണം രാവിലെ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ 2 മണിക്കൂർ ഇടവിട്ട് മറ്റേ പച്ചമരുന്ന് ഒഴിച്ചുകൊണ്ടിരിക്കണം. രാത്രി കിടക്കാൻ നേരത്തും മറ്റേ മരുന്ന് ഒഴിക്കണം. ഇതിനിടയ്ക്ക് ഒരു പൊടിയുണ്ട്. ആ പൊടി കഫക്കെട്ട് മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. അത് 3 നേരം കഴിക്കണം. ഇതൊക്കെയാണ് ഇത്രയുള്ള സംഭവങ്ങൾ, വേറെ വലുതായിട്ടൊന്നും പറയാനില്ല. അതുകൊണ്ട് എന്നെ ശ്രവിക്കുന്ന നിങ്ങൾക്കും, നിങ്ങളിൽ ആരെങ്കിലും നിങ്ങളുടെ കൂട്ടുകാർക്കോ സ്നേഹിതർക്കോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇവനെക്കുറെ അറിയിക്കുക. നമ്മുടെ മുമ്പിലുള്ള ഒരു വലിയ സിദ്ധൌഷധം, ഒരു വലിയൊരു ചികിത്സാ വിധി, ചികിത്സാ പദ്ധതി, ഒരുപക്ഷെ ഇതൊരു ദൈവികമായ ഒരു ചികിത്സാ പദ്ധതി ഞാൻ വേണമെങ്കിൽ പറയാം. അങ്ങനെ നമുക്ക്
ദാനമായി കിട്ടിയ ചികിത്സാ രീതി ഈ സിസ്റ്ററിൽ നിന്ന് നമുക്ക് അനുഭവിക്കാം, ആസ്വദിക്കാം. സിസ്റ്ററെ, ഒരു സംശയം കൂടി. ഈ പാരമ്പര്യ വൈദ്യമാണെന്ന് പറഞ്ഞല്ലോ, പാരമ്പര്യ ചികിത്സയാണെന്ന് പറഞ്ഞല്ലോ, ഈ കണ്ണിന് ചികിത്സ അല്ലാതെ വേറെ ഏതെങ്കിലും ചികിത്സ ഉണ്ടോ? ഉണ്ട്. എന്തൊക്കെയാണത്? വാദസംബന്ധമായ കേസുകള്, വെരിക്കോസ് വെയിന്, ഉം. പിന്നെ കിഡ്നി സ്റ്റോണ്, ആ ചതവ് കേസുകള്. ആ ഈ ആശുപത്രിയിൽ അങ്ങനെ ആളുകളെ കിടത്തി ചികിത്സിക്കുന്നുണ്ടോ? ആ, അത്യാവശ്യം കുറച്ച് പേരൊക്കെ. കിടത്തി ചികിത്സിക്കുന്നുണ്ടോ? മൈഗ്രെയിൻ ഒക്കെ ഉണ്ടല്ലേ? മൈഗ്രെയിൻ ഒക്കെ ഉണ്ട്, തലവേദന, മാറാത്ത തലവേദന, ഈ ഒറ്റമൂലി വല്ലതും ഉണ്ടോ? കിഡ്നി സ്റ്റോൺ, പിന്നെ ടോൺസിലൈറ്റിസ്. അതെ, ഒറ്റമൂലി. ഒറ്റമൂലികളുണ്ട്. അതെന്തിനാണ്? അത് ടോൺസിലൈറ്റീസിനുണ്ട്, ചതവ് കേസുകൾക്കുണ്ട്, പിന്നെ തലവേദനയ്ക്കുണ്ട്. ഓ, അങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. ഒറ്റമൂലി മരുന്ന് അതിനുമുണ്ട്. ഉണ്ട്. ഇത് പിന്നെ എവിടെയാണ്? കല്ലൂർക്കാട്, തൊടുപുഴ അല്ലേ? ആ, തൊടുപുഴ. വേറെ എവിടെ ഉണ്ടല്ലോ, ബ്രാഞ്ച് ഇല്ല. ഇതിന്റെ ഇപ്പം വേറെ ഒരിടത്തും പോകുന്നില്ല. പാലായിൽ പാലായിലും ഒരു സെന്റർ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പാലായിലും കല്ലൂർക്കാടും ഉള്ളു. കല്ലൂർക്കാട് രണ്ടിടത്തേ ഉള്ളൂ. എന്തുകൊണ്ട് ഇത് കുറച്ചുകൂടെ വ്യാപിപ്പിച്ചൂടാ? ഇനി പ്രായമായില്ല, ഇനി ഒരുപാട് ഓടാൻ പറ്റില്ല. അല്ല, അത് മറ്റുള്ള ശിഷ്യരിലേക്ക് ഇത് പകരണ്ടേ? പ്രായമായെങ്കിൽ നമ്മൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്ന ഒരു രീതി, സംവിധാനം ഉണ്ടല്ലോ. അങ്ങനെ ഒരു കുറിച്ച് ആലോചിച്ചിട്ടില്ല. അല്ല, സിസ്റ്ററോടൊപ്പം ഇത് നശിച്ചു പോകരുത്. ആ ഒരു ആകാരം ഞങ്ങൾ പൊതുജനങ്ങൾക്ക് വേണ്ടി റിക്വസ്റ്റ് ചെയ്ത്, സിസ്റ്ററോടൊപ്പം ഇത് നശിക്കരുത്. കാര്യം അങ്ങനെ പല ആയുർവേദ ശാഖകളും അവരോടൊപ്പം നശിച്ചു പോകുന്ന പല സിദ്ധൌഷധങ്ങൾ, ആയുർവേദ മരുന്നുകളൊക്കെ അവരോടൊപ്പം കൊടുക്കത്തില്ല, യാതൊരു കാരണവശാലും കൊടുക്കത്തില്ല. അതൊരു ദൈവ ശിക്ഷയും കൂടെ. അത് കൊടുക്കാതിരിക്കുക, ആർക്കെങ്കിലും ഉപകാരപ്പെടണം. ദൈവത്തിൽ നിന്ന് കിട്ടിയ ഒരു സൗഭാഗ്യം മറ്റുള്ളവർ കൂടെ കൊടുക്കുന്നത് നല്ലത്. അത് ദൈവത്തിനോട് ചെയ്യുന്ന ഒരു വലിയ കാര്യമാണ്. ദൈവാനുഗ്രഹം കിട്ടും. ഏതായാലും വളരെ സന്തോഷമുണ്ട് സിസ്റ്ററുമായിട്ട് കുറച്ചു നേരം പങ്കിടാൻ കഴിഞ്ഞതിൽ. നിങ്ങൾ ആർക്കെങ്കിലും, ഇതൊരു പരസ്യത്തിന് വേണ്ടിയുള്ള കാര്യമൊന്നുമല്ല, ഞാനൊരു അനുഭവസാക്ഷ്യം പറയാനായിട്ട് സിസ്റ്റർ എൻ്റെ വീട്ടിൽ മറ്റൊരു കാര്യത്തിന് വേണ്ടി വന്നപ്പോൾ വളരെ ആകസ്മികമായിട്ട് കണ്ടതാണ്. സിസ്റ്റർക്ക് ഇന്നൊരു അവാർഡുണ്ട്, BSSന്റെ ഒരു അവാർഡ്, ഏറ്റവും നല്ല നേത്ര ചികിത്സക എന്നുള്ള രീതിയിൽ BSSന്റെ ഒരു പുരസ്കാരം വാങ്ങിക്കാൻ വരുന്ന വഴിയാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഇന്ന് കാണുന്നത്. സിസ്റ്റർക്ക് എല്ലാവിധ വിജയങ്ങളും ഞാൻ നേരുകയാണ്. നമസ്കാരം.